മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കും. പൊന്നും ഭണ്ഡാരം എഴുന്നള്ളത്ത്, കലാപരിപാടികൾ, കലശംവരവ്, കാഴ്ചവരവുകൾ, ആചാരപരമായ പൂവെടി, പ്രസാദ സദ്യ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഴപ്പിലങ്ങാട് പൊന്നും ഭണ്ഡാരം വരവേൽപ്പ് കമ്മിറ്റി മുഴപ്പിലങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്ര നടയിൽ വെച്ച് എഴുന്നള്ളത്തിനെ സ്വീകരിക്കും. ഇപ്പോൾ ഏതാണ്ട് 80-90 വരെയുള്ള കലശങ്ങൾ ഒരു വർഷത്തിൽ ക്ഷേത്രത്തിലെത്തുകയാണ്. നേരത്തെ കടലാസ് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമടക്കം വരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ പുഷ്പാലങ്കൃതമായ കലശം മാത്രമാണ് എല്ലാവർക്കും കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ നിന്ന കലശത്തിന് പ്രത്യേക രൂപവും ഭാവമൊക്കെ ഉണ്ട്. അതൊന്നും നിലനിർത്താതെ ഇന്നും പലരും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുള്ള കലശങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു കലശം എടുക്കാൻ 5 കലശം മതി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് DJ അടക്കം 15-20 ചെണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കലശം വരുന്നത്. അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുന്ന ആവശ്യവുമായി നിരന്തരമായി എല്ലാ വർഷവും ഈ കലശക്കാരുമായി ഞങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെന്റ് പാലിക്കാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച ക്ഷേത്ര കമ്മിറ്റി ഒപ്പം ഒരു ക്ഷേത്ര വിശ്വാസി മറ്റൊരാൾ കൂടി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ 7 രാത്രി 7 മണിക്ക് പൊന്നും ഭണ്ഡാരവും എഴുന്നള്ളിക്കും. 10:30 കാവിൽ കയറൽ, തുടർന്ന് കൊടിയേറ്റം, പൂവെടി എന്നിവ നടക്കും. രാത്രി 7 മുതൽ 10 വരെ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രസാദ സദ്യ ഉണ്ടാകും. മാർച്ച് 8 പുലർച്ചെ 2 മണിക്ക് ഇളയെടുത്ത് ഭഗവതി കെട്ടിയാടും. പുലർച്ചെ 3 മണിക്ക് ശ്രീ കൂറുമ്പ ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്ത്, തുടർന്ന് താലപ്പൊലി. മാർച്ച് 9 വൈകുന്നേരം 4 മണി മുതൽ 12 മണി വരെയാണ് കലശം വരവ്. പൂക്കാവടി, പീലിക്കാവടി, കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ഡിജിറ്റൽ ബോർഡുകൾ, ദീപാലങ്കൃതമായ രഥങ്ങൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയോടെയാണ് കാഴ്ചവരവ് നടക്കുക. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് A. പ്രേമൻ, ജനറൽ സെക്രട്ടറി NV രാജീവൻ, വൈസ് പ്രസിഡന്റ് KK സുകുമാരൻ, സെക്രട്ടറി C. സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.